സ്വാഗതം. സായന്ന ടാരക്കാട് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശമാണ് പൂർവികരും മാലാഖമാരും തരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കാർഡ് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാർഡാണ്, നമ്മൾ ഉപയോഗിക്കാറുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൽ മാലാഖമാരും പൂർവികരും ഈ കാർഡ് എടുക്കുമ്പോൾ വരും, നമുക്ക് നിർദ്ദേശങ്ങൾ നൽകും എന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് 2 കാർഡുകൾ എടുത്തുകൊണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് താങ്കളോട് നോക്കാം. ആദ്യത്തെ കാർഡ് എന്താണ് നമുക്ക് വന്നിരിക്കുന്നത്? നമുക്ക് പ്രൊട്ടക്ഷൻ ഗാർഡിയൻ എന്ന് പറയുന്ന കാർഡാണ്. ഡ്രോപ്പ് യുവർ ഷീൽഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. വളരെ മനോഹരമായിട്ടൊരു കാർഡാണ് പ്രൊട്ടക്ഷൻ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ആ കാർഡിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഐശ്വര്യമുള്ളൊരു ദേവീനെ പോലുള്ള മുഖമാണ് വരുന്നത്. അവർ ബ്ലസ് ചെയ്യുന്നുണ്ട്. തലയിൽ നമുക്ക് പീലികൾ കാണാം, മയിൽപ്പീലി. മനോഹരമായിട്ടുള്ള കാർഡ് പ്രൊട്ടക്ഷൻ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗാർഡിയൻ. അത് മാലാഖയാണ് താങ്കൾക്ക് വന്നിട്ടുള്ളത്. ഡ്രോപ്പ് യുവർ ഷീൽഡ്സ് എന്ന് പറയുന്നത്. ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതാണ്, നമുക്കറിയാമല്ലോ, നമ്മൾ പരിച എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഡ്രോപ്പ് യുവർ ഷീൽഡ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ചില ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ഭയപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. താങ്കൾക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഈ മാലാഖ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത് ചെയ്യാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം, ബിക്കോസ് യു ആർ പ്രൊട്ടക്റ്റഡ് എന്നാണ് ഈ മാലാഖ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ലൈറ്റ് താങ്കളുടെ ചുറ്റുമുണ്ട് എന്ന് സങ്കല്പിക്കുക. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. എന്ത് കാര്യമാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ആശങ്കയുണ്ടെങ്കിലും പേടിക്കേണ്ട. ഒരു അദൃശ്യ ശക്തിയായിട്ട് ഈ മാലാഖയുടെ ഒരു പ്രൊട്ടക്ഷൻ താങ്കൾക്കുണ്ട് എന്നാണ് ഈ കാർഡ് ഉറങ്ങുന്നതിന് മുമ്പ് താങ്കളെ അറിയിക്കുന്നത്. അപ്പോൾ താങ്കൾ അടുത്ത് തന്നെ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി രണ്ടാമത്തെ കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കാർഡിൽ നമുക്ക് വന്നിരിക്കുന്ന ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്ന കാർഡ് പൂർവീകൻ്റെ ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹൈ പ്രീസ്റ്റ് ഇൻറ്റൻറ്റ് ആൻഡ് ക്രിയേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിതിൽ കണ്ടാൽ അറിയാൻ പറ്റും, ഇവിടെ ഒരു ദണ്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതായത് പൊതുവേ നമ്മുടെ പൂർവീകരുടെ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാജിക്കൽ സ്കിൽസ് ഉള്ളവരുണ്ടാവും. വളരെ നമ്മളൊരു അച്ഛൻ്റെ അമ്മയുടെ തലമുറകൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് അങ്ങനെ ഉള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പലതും നിർമ്മിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കഴിവ് ആ DNA നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് പറയുന്നത് ഇൻറ്റൻറ്റ് ആൻഡ് ക്രിയേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ ഉറപ്പിച്ച് അത് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാർഡും കൂട്ടി വായിക്കാൻ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സമീപകാലത്ത് നിങ്ങൾ അടുത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി ക്രിയേറ്റ് ചെയ്തോളൂ. ഒന്നിനും ഭയപ്പെടേണ്ട. താങ്കൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് ഉണ്ട് എന്നാണ് ഈ 2 കാർഡുകളും പറയുന്നത്. നല്ലൊരു കാര്യമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഐ വിഷ് യു വെരി ഗുഡ് നൈറ്റ്. നമുക്ക് ഇവരുടെ അനുഗ്രഹമുണ്ട്. നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.